ഓൾ അസ്സലാമു അലൈക്കും. ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും ഈ ചോറ് ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഞാനിവിടെ മിക്കവാറും അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ചോറ് യൂസ് ചെയ്തിട്ടാണ്. അടുപ്പിൽ വെച്ച് വാട്ടിയൊന്നും എടുക്കാറില്ല. അപ്പം നമ്മൾ ഒരു കാക്കപ്പ് ചോറ് എടുക്കുവാണെങ്കിൽ 1.5 കപ്പോളം അരിപ്പൊടി നമ്മൾ കുറച്ചായിട്ട് ചോറിൻ്റെ കൂടെ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. ഉപ്പും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്ന ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലാണ്. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടിരുന്നു, കുക്കറിൻ്റെ അകത്ത് പുട്ടുണ്ടാക്കിയിട്ട് പൊട്ടി തെറിച്ചു വീഴും. നമ്മൾ കുക്കറിൽ ആദ്യം വിസിൽ ഒന്ന് വന്നതിന് ശേഷം ഏറൊന്ന് പോയതിന് ശേഷം പുട്ടുകുറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാനൊരു മീൻകറി വെച്ച്, പിന്നെ ചോറ് നമ്മൾ വെക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ ചോറ് സെറ്റാക്കി എല്ലാ അടുപ്പും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻകറി, ചോറ്, പുട്ട് അങ്ങനെ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് പുറത്തൊക്കെ ഇത് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ അതെല്ലാം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങി. ആദ്യം ഞങ്ങൾ പോയത് ഹംദുട്ടിയുടെ സ്കൂളിലോട്ടാണ്. ഹംദുട്ടിയുടെ സ്കൂളിൽ അവൾക്ക് യൂണിഫോമിന് മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതാണ് ഹംദുട്ടിയുടെ സ്കൂള്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഹംദുട്ടിക്കുള്ള യൂണിഫോമിൻ്റെ മെഷർമെൻറ്റും എടുത്തിട്ട് അവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അവിടുന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ഹംദുട്ടിയുടെ റിപ്പോർട്ട് കാർഡ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം മേടിക്കേണ്ട സമയത്ത് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് അവളുടെ റിപ്പോർട്ട് കാർഡും കൂടി മേടിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോകണം. നമുക്കിനിയും പോകാനുണ്ട്. ഇനി ഹംദുട്ടിയുടെ കണ്ണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകണം. ഹംദുട്ടിക്ക് കണ്ണ് TV കാണുന്നത് എപ്പോഴും അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഒന്ന് കണ്ണൊന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി അങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പോൾ നല്ല പവറുണ്ട് കേട്ടോ. അവൾക്ക് മൈനസ് പവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണട മേടിക്കണം. നമ്മളവിടെ അഹല്യയിൽ പോയിട്ട് ചങ്ങനാശ്ശേരി തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ്, ക്ലിനിക്കാണ് കണ്ണിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ കണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ചോറ് കൊണ്ടിട്ട് നമുക്ക് തിരിച്ച് ഒരു വൈകുന്നേരമായപ്പോൾ ഹംദുട്ടിക്ക് അവധിയായിട്ട് ഹംദുട്ടിയെ കൊണ്ട് ഒരിടത്തും പോയില്ല. അപ്പോൾ വിചാരിച്ചവളെയും കൊണ്ട് പാർക്കിലൊന്ന് പോകാമെന്ന്. കറുകച്ചാൽ ഏരിയയിലായിട്ട് മയിലാടി എന്ന പേരുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കുട്ടികൾക്കുള്ള പാർക്ക്, ജിമ്മ്, ഫുട്ബോൾ കോർട്ട്, ക്രിക്കറ്റ് കോർട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, സ്വിമ്മിംഗ് പൂള് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പാർക്കിലേക്ക് പോകുന്ന എൻട്രൻസിലായിട്ടാണ് ഫുട്ബോൾ കോർട്ട്. അപ്പോൾ അവിടെ അതിനുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇരുന്നപ്പോൾ അത്യാവശ്യം വലിയൊരു ഫുട്ബോൾ കോർട്ട് തന്നെയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് ജിം എക്യുപ്മെൻറ്റ്സൊക്കെ ഇരിപ്പുണ്ട്. വരുന്നവർക്ക് അതിൽ വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പാർക്കുള്ളത്. പാർക്കിൽ കുറച്ചധികം നേരം ചിലവിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്